നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് ഭരണമാണ് രാജ്യത്തിന്റെ വികസനം പുറകോട്ടടിച്ചതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസിന് സംഭവിച്ചത് തിരിച്ചുവരാനാകാത്ത പതനം. എൽഡിഎഫ് ഭരണം കേരളത്തെ കടം കൊണ്ട് മൂടി. ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ ഒറ്റപ്പാലത്ത്. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ പുതിയൊരു ഭരണ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ എൽഡിഎഫ് സർക്കാരിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം മലമ്പുഴയിൽ. 151 പരാതികൾക്ക് യോഗത്തിൽ പരിഹാരമായി. നെല്ല് സംഭരണത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം അനുവദിക്കില്ലെന്ന് സപ്ലൈകോ ചെയർമാൻ PB നോഹ്. സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യും. സംഭരിച്ച നെല്ല് അരിയാക്കി ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും മങ്കരയിലെ കർഷക സംവാദത്തിൽ PB നോഹ്. തുടർച്ചയായി 4ാം ദിവസവും വാളയാറിൽ മയക്കുമരുന്ന് വേട്ട. മെത്താഫെറ്റാമിനുമായി കണ്ണൂർ സ്വദേശിയായ യുവാവ് പിടിയിൽ. പട്ടാമ്പിയിൽ MDMAയുമായി യുവാക്കൾ പിടിയിലായ കേസിലെ മുഖ്യസൂത്രധാരൻ പാലക്കാട്ട് മയക്കുമരുന്നുമായി അറസ്റ്റിൽ. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ്. പുതുക്കാട് സ്റ്റാൻഡിന് മുന്നിൽ KSRTC ബസ്സിൽ ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. മണ്ണൂർ കൈമകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ സമരം ശക്തമാക്കി ഭക്തജന കൂട്ടായ്മ. ട്രസ്റ്റി ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. അഴിമതിക്കാരായ ഭരണക്കാരിൽ നിന്ന് ക്ഷേത്രത്തെ മോചിപ്പിക്കും വരെ പ്രക്ഷോഭമെന്ന് ഭക്തജന കൂട്ടായ്മ. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്തിയില്ല. നിർമ്മാണ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായും ആക്ഷേപം. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ഭരണമാണ് രാജ്യത്തിന്റെ വികസനം പിറകോട്ട് വലിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തട്ടിപ്പ് മാത്രമാണ് കോൺഗ്രസ് നടത്തിയതെന്നും തിരിച്ച് വരാനാകാത്ത പതനമാണ് രാജ്യത്ത് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 10 വർഷത്തെ BJPയുടെ ഭരണം വികസനത്തിൽ ഇന്ത്യയെ മുന്നിലെത്തിച്ചെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 2016 മുതൽ ഇന്നുവരെ ജനങ്ങൾ വിശ്വസിച്ചു. 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ CPM പാർട്ടിക്ക് ഒരു അവസരം കൊടുത്തു. 9 കൊല്ലമായി, 10ാമത്തെ കൊല്ലം ആവുന്നു. അടുത്ത കൊല്ലം ഇവിടെ എന്താ നടന്നത്? ജനങ്ങൾ വിശ്വസിച്ചു, അവസരം കൊടുത്തു. എന്ത് നടന്നു? ഇന്ന് കടമെടുക്കാണ്ട് ഒരു ഇഞ്ച് മൂവാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. 100 രൂപ ആശാ വർക്കേഴ്സ് അവരുടെ ശമ്പളത്തിൽ 100 രൂപ വർദ്ധിക്കണമെന്ന് പറയുമ്പോൾ അതിന് കാശില്ല. KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സ് വരുന്ന പെൻഷൻ 5, 6, 7 മാസം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഈ 9 കൊല്ലത്തിൽ ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ഒറ്റ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിനെ വിശ്വസിച്ചു BJP NDAക്ക് ഒരു അവസരം കൊടുത്തു. എന്നിട്ട് എന്ത് നടന്നു? കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഒരു ആളുമില്ല ഇതറിയാത്ത. ഇന്ന് ഞാൻ ലോകത്തിലെ വേറെ രാജ്യത്ത് പോകുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന ബഹുമാനവും ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ബഹുമാനം ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. CPM ഭരണം കൊണ്ട് സംസ്ഥാനത്തിന് കടമെടുക്കാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. LDFും UDFും കേരളത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. അഴിമതി മാത്രമാണ് നടത്തുന്നത്. ഇരു പാർട്ടികളും രാജവംശ പാർട്ടികളാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ദീപം കൊളുത്തിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഒറ്റപ്പാലം നഗരസഭ BJP പാർലമെന്ററി പാർട്ടി നേതാവ് S ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK കുഞ്ഞന് അംഗത്വവും നൽകി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, പാലക്കാട് മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ദേശീയ നിർവാഹക സമിതി അംഗം രാമൻകുട്ടി, പാലക്കാട് ജില്ലയുടെ ഇലക്ഷൻ ഇൻചാർജ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി സുരേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ B മനോജ്, ബാബു, സിനി മനോജ്, മേഖലാ നേതാക്കളായ T ശങ്കരൻകുട്ടി, ശിവദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ മലമ്പുഴയിൽ നടത്തിയ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മേഖലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. കേരളത്തെ പുതിയൊരു ഭരണ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ LDFന് കഴിഞ്ഞു. പ്രകടന പത്രികയിലെ പരമാവധി കാര്യങ്ങൾ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ഭരണനേട്ടങ്ങൾ ഒരു ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുക, അതാണ് ഏറ്റവും പ്രധാനം. കഴിയാവുന്നത്ര വേഗത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെതായ എല്ലാ തരത്തിലും അനുഭവിക്കാൻ കഴിയും. അതോടൊപ്പം നാം നടത്തുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു ഉന്നതതല യോഗത്തിന്റെ ഭാഗമായി തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മേഖലാ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാര്യമായ ഒരു മാറ്റം നമ്മുടെ പൊതുസമ്മേളനത്തിൽ ഈ കാലയളവിൽ ഉണ്ടാക്കാൻ നമുക്കായിട്ട്, അതായത് ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടി വരും, സർക്കാർ ഭരിക്കേണ്ടി വരും. ഇത്തരമൊരു ഭരണ സംസ്കാരം കാലാകാലമായി നിലനിന്നു വരുന്നുണ്ട്. അതിന് സാരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 നടത്തിയ അവലോകന യോഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്തതും MLAമാർ പുതുതായി ഉന്നയിച്ചതും ജില്ലാ കലക്ടർമാർ കണ്ടെത്തിയതുമായ 956 വികസന വിഷയങ്ങളാണ് യോഗത്തിൽ പരിഗണിച്ചത്. ഇതിൽ 151 പരാതികൾ തീർപ്പാക്കി. ബാക്കിയുള്ളവ 6 മാസത്തിനുള്ളിൽ പരിഹരിക്കാൻ നിർദ്ദേശിച്ചു. നവകേരള സദസ്സിൻ്റെ ഭാഗമായി ലഭിച്ച പരാതികളുടെ നടപടികളും യോഗം വിലയിരുത്തി. മന്ത്രിമാരായ K. കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, P. രാജീവ്, MB രാജേഷ്, GR അനിൽ, P. പ്രസാദ്, വീണ ജോർജ്, AK ശശീന്ദ്രൻ, OR കേളു, R. ബിന്ദു, K. രാജൻ, റോഷി അഗസ്റ്റിൻ, സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ക്രമസമാധാന അവലോകനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേത്രഭരണം ട്രസ്റ്റി ബോർഡിനെ മാറ്റി ജനകീയ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മണ്ണൂർ കൈമൂന്നത്തുകാവ് ട്രസ്റ്റി ബോർഡ് ഓഫീസിലേക്ക് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മങ്കര CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. 200-ലേറെ ഭക്തർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. പടിഞ്ഞാറേ നായർ വീട് അംഗവും എയർ ഇന്ത്യ മുൻ ADGM-ഉമായ CK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പോണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ചോട്ടില വെള്ളം വീണത് എന്തോ അവിടെ കല്ലും മണ്ണും കളിഞ്ഞിരിക്കുന്നുണ്ട്. ഭഗവതി അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എന്റെ ഒരേ ഒരു കൈ തൊഴുതിട്ട് ഞാൻ അവരോട് ഇത് ചോദിക്കുന്നു, ഇത് ഏതെങ്കിലും തരത്തില് നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അറിയില്ല ഭഗവതിനി എന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ എന്താ അവിടെ ചെയ്യാന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നല്ല നിലയ്ക്ക് അവരത് റിപ്പയർ ചെയ്തിട്ട് ഇതറിയണം. എനിക്ക് പ്രൂഫ് വേണം. ഇനി ഭഗവതിക്ക് യാതൊരു കഷ്ടവും ഇല്ല അവിടെ. മഴ വീഴില്ല, ചോട്ടിലൊക്കെ ശരിയാക്കി എന്നറിയുന്നവരെ ഞാൻ മിണ്ടാതിരിക്കില്ല. കൂട്ടായ്മ പ്രസിഡന്റ് രാജേഷ് പുതിയത്ത് അധ്യക്ഷത വഹിച്ചു. ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. PC പ്രീതത്, N തങ്കപ്പൻ, ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിൽ സ്ത്രീകളടക്കം 200-ലേറെ ഭക്തർ പങ്കെടുത്തു. എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ, എല്ലാ ഭക്തജനങ്ങളുടെ അനുഗ്രഹാശിസുകൾ പ്രതീക്ഷിക്കുന്നു. ദേവിയുടെ പ്രതിരൂപമായ കോമരത്തിനെതിരെ നിരന്തരം കള്ളക്കേസുകൾ കൊടുക്കുക. അദ്ദേഹം 10 മാസമായി വെളിച്ചപ്പാടിനോ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
തുടർച്ചയായ 4ാം ദിവസവും വാളയാറിൽ മയക്കുമരുന്ന് പിടികൂടി. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കണ്ണൂർ സ്വദേശിയായ യുവാവാണ് വെള്ളിയാഴ്ച 13.5 ഗ്രാം മെത്താഫെറ്റാമിനുമായി പിടിയിലായത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രാവിലെ വാഹന പരിശോധനയ്ക്കിടെ റോയൽ റിച്ച് ഇന്ത്യ ബസ്സിലെ യാത്രക്കാരനായ കണ്ണൂർ തളിപ്പറമ്പ് പരിയാരം വില്ലേജിൽ പുഷ്പഗിരി കെ ഹൗസിൽ അലിയുടെ മകൻ മുഹമ്മദ് ഹാഫിസിനെയാണ് 13.5 ഗ്രാം മെത്താഫെറ്റാമിനുമായി പോലീസ് പിടികൂടിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. എക്സൈസ് ഇൻസ്പെക്ടർ മുരുകദാസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് ഷെരീഫ് PM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് G പ്രഭ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, മനോജ് PS എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. എറണാകുളം ഭാഗത്തുനിന്ന് ചെറുകിട കച്ചവടക്കാർക്ക് നൽകുന്നതിനു വേണ്ടിയാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് പ്രതി മൊഴി നൽകി. കച്ചവടം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും കത്തിച്ചു വലിക്കാവുന്ന ഗ്യാസ് ട്യൂബും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ട് വൻ മയക്കുമരുന്ന് വേട്ട. ഇക്കഴിഞ്ഞ മെയ് 5-ന് 620 ഗ്രാം MDMAയുമായി 2 പട്ടാമ്പി സ്വദേശികൾ പിടിയിലായ കേസിൽ മുഖ്യ സൂത്രധാരനായ തൃത്തല സ്വദേശിയാണ് മയക്കുമരുന്നുമായി പാലക്കാട്ട് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി MDMA കേസിലെ മുഖ്യ സൂത്രധാരൻ സൗത്ത് തൃത്താല മാടപ്പാട് പട്ടിക്കരവളപ്പിൽ 34 വയസ്സുള്ള ജാഫർ സാദിഖ് പിടിയിലായത്. 2023-ൽ 301 ഗ്രാം MDMAയുമായി തൃത്താലയിൽ പിടിയിലായ കേസിൽ 1.5 മാസം മുമ്പാണ് ജാഫർ സാദിഖ് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷവും പ്രതി ലഹരി ഇടപാട് തുടരുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണിയാണ് പ്രതി. ജാഫറിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ലഹരി ഇടപാടിന് സമാന രീതിയിൽ വിദേശത്തു നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP രാജേഷ് കുമാർ IPS, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ, ഷൊർണൂർ DYSP R മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരുൾപ്പെട്ട സംഘമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൻ്റെയും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിൻ്റെയും സഹായത്തോടെ മയക്കുമരുന്നും പ്രതിയെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതുക്കാട് സ്റ്റാൻഡിന് മുന്നിൽ KSRTC ബസ്സിൽ ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. വരാക്കര മേച്ചേരിപ്പടി വീട്ടിൽ ആൻസന്റെ മകൻ 19 വയസ്സുള്ള ആൻസ്റ്റീനാണ് മരിച്ചത്. അപകടത്തിൽ വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് സ്വദേശി വെണ്ണാട്ടുപറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള അലന് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അലൻ. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ചാലക്കുടിയിൽ നിന്ന് മുളങ്കുന്നത്തുകാവിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ആമ്പല്ലൂരിൽ നിന്ന് വന്നിരുന്ന ബൈക്ക് ബസ്സിലിടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൻസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കടക്കുന്നതും തിരിച്ചുപോകുന്നതും മൂലം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെല്ല് സംഭരണത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം അനുവദിക്കില്ലെന്ന് സപ്ലൈകോ ചെയർമാൻ PB നോഹ്. സംഭരിച്ച നെല്ലിനുള്ള തുക ഉടൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്നും നോഹ് പറഞ്ഞു. കർഷകരുടെ നെല്ല് സംഭരിച്ച് അരിയാക്കി മാറ്റി ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും സപ്ലൈകോ ചെയർമാൻ പറഞ്ഞു. മങ്കരയിൽ കർഷകരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മങ്കര പഞ്ചായത്തിലെ പുള്ളോട് തവക്കുളം പാടശേഖരത്തിലെ കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ചില ഏജന്റുമാർ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് കർഷകർ പരാതിപ്പെട്ടതിനു മറുപടിയാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കർഷകരുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണം. പരാതി ലഭിച്ചാൽ അത്തരം മില്ലുകാർക്കെതിരെ നടപടിയെടുക്കും. സംഭരിച്ച നെല്ലിനുള്ള തുക ഉടൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. കർഷകനായ വടക്കേതൊടി അലിക്കുട്ടിയുടെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു PB നൂഹും കർഷകരും സംവദിച്ചത്. സപ്ലൈകോ പാടി മാർക്കറ്റിംഗ് ഓഫീസർ കവിത, മങ്കര കൃഷി അസിസ്റ്റന്റ് ദേവദാസ്, കർഷകർ സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വളരെ പെട്ടെന്നായിരുന്നു നൂഹിന്റെ മിന്നൽ സന്ദർശനം. വൈകിട്ട് 3:30 എത്തിയ അദ്ദേഹം 1 മണിക്കൂർ കർഷകരുമായി സംവദിച്ചു. 4:30 മടങ്ങി. കർഷകരുടെ നെല്ല് സംഭരിച്ചുകൊണ്ട് അരിയാക്കി മാറ്റാനുള്ള ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും നൂഹ് കർഷകരോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് 14-ാം ബ്ലോക്കിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. ചുള്ളി എരപ്പ് ചീനംചിറ സ്വദേശികളായ കോക്കോടത്ത് വീട്ടിൽ കുഞ്ഞുമോൻ, ഭാര്യ സുമ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 6 മണിക്കായിരുന്നു സംഭവം. ഭാര്യ സുമയെ എസ്റ്റേറ്റിൽ ജോലിക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോനും ഭാര്യ സുമയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. കുഞ്ഞുമോന് തലയ്ക്കും കൈകാലുകൾക്കും പരിക്കുണ്ട്. ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോനെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കി. ഈ മേഖലയിൽ കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണം പതിവാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇത് ഞങ്ങൾ കാര്യം നിസ്സാര കൂലിക്ക് അവിടെ ജോലി ചെയ്യുന്നെങ്കിലും എന്നും ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഓരോ ദിവസവും വീട്ടിലെത്തുന്നത് തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും പന്നി, ബ്ലാവ് ഇതിങ്ങളുടെ ഇടയിൽ കൂടി ഒരു ജീവൻ മരണ ഒരു പോരാട്ടം ജീവിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടാനയുടെ ഈ ശല്യങ്ങൾ ഓരോരുത്തർക്ക് അപകടം പറ്റുമ്പോൾ മീഡിയയിലാണെങ്കിലും മറ്റ് സമരങ്ങൾ നടത്തി അതിർത്തിനെ ഞങ്ങൾ അറിയിക്കുന്നല്ലാതെ ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും അടുത്തൊരു തൊഴിലാളിക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടപ്പെട്ടവർ ഇതിൽ ഇടപെടണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ബൈക്ക് മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മെയ് 6-ന് രാത്രിയാണ് കാരാക്കുറിശി വാഴയമ്പുറം സ്വദേശി ആഷിഖിന്റെ പാഷൻ പ്രോ ബൈക്ക് മോഷ്ടിക്കപ്പെട്ടത്. മെയ് 5-ന് മുനിസിപ്പൽ ഓഫീസിന് സമീപവും ബൈക്ക് മോഷണം നടന്നിരുന്നു. മോഷ്ടാവ് ബൈക്കുമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോയെന്നാണ് നിഗമനം. മണ്ണാർക്കാട് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കോട്ടായി മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണി എങ്ങും എത്തിയില്ല എന്നാണ് ആക്ഷേപം. കോൺക്രീറ്റ് സ്ലാബ് നിരത്താനായി കനാലിന്റെ ഇരുവശങ്ങളിലും ബണ്ട് നിർമ്മിക്കാനായി ഇട്ട കമ്പി തുരുമ്പെടുത്ത് നശിക്കാറായെന്നും നാട്ടുകാർ 1 കോടി ചെലവഴിച്ചാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം. കോട്ടായി സെന്ററിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ എന്നിവയ്ക്കിടയിൽ മലമ്പുഴ കനാലിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബ് നിരത്താനായി കനാലിന്റെ ഇരുവശങ്ങളിലും ബണ്ട് നിർമ്മിക്കാൻ കമ്പി സ്ഥാപിച്ചിട്ട് 1 മാസമായെന്നും കമ്പി തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നും ഉടൻ പണി തുടങ്ങാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാർത്തകൾ തുടരുന്നു. കേരളശ്ശേരി കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ കിഴക്കുമുറി ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം മനോഹരമായി. 100 കണക്കിന് ആളുകൾ ആനച്ചമയം കാണാനെത്തി. രാവിലെ 10 മണി മുതൽ 60-ൽ പരം കലാകാരന്മാരെ നിരത്തി നടന്ന വലിയ പഞ്ചാരിമേളം ആസ്വാദകരുടെ മനം കവർന്നു. കല്ലൂർ ജയന്റെ നേതൃത്വത്തിലായിരുന്നു പഞ്ചാരിമേളം. കരടിമല ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ആനച്ചമയ പ്രദർശനവും പഞ്ചാരിമേളവും സംഘടിപ്പിച്ചത്. രാവിലെ 5 ഗജവീരന്മാർക്ക് സ്വീകരണവും നൽകി. കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. മെയ് 4 മുതൽ 8 വരെ നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. വിശേഷ പൂജകൾ, കുളപ്പുള്ളി സംഗീതോത്സവം, സമ്പൂർണ്ണ നാരായണീയം എന്നിവയോടെയായിരുന്നു 4 ദിവസത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം. നിരവധി ഭക്തജനങ്ങൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സമാപന ദിനമായ വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷ പൂജകൾ, നവകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ നടന്നു. രാവിലെ 9 മുതൽ പാഞ്ഞാൾ വേലുക്കുട്ടിയുടെ പഞ്ചവാദ്യമുണ്ടായിരുന്നു. വൈകിട്ട് ദീപാലങ്കാരം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം അത്താഴപൂജയോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ബാലസ്വാമി നയിച്ച ഗീതാനാരായണീയ സത്സംഗം സമാപന ദിനത്തിലെ സവിശേഷതയായി. ഇരട്ടമ്പലം മാതൃസമിതി, ഗൗരീശങ്കര നാരായണ സമിതി, നാരായണീയം ഗ്രൂപ്പ്, സത്യനാരായണ ഭജൻ മണ്ഡലി എന്നിവരുടെയും നാരായണീയ പാരായണമുണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന കുളപ്പുള്ളി സംഗീതോത്സവം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി.
വ്യാഴാഴ്ച ശങ്കരൻ നമ്പൂതിരിയുടെ വായ്പാട്ടോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമായത്. വയലിനിൽ ഗോകുൽ ആലങ്കോടും മൃദംഗത്തിൽ എടപ്പാൾ സജിൻലാലും അകമ്പടിയായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പൈങ്കുളം ശ്രീ ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവത്തിനും സമാപനമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് MP രാജേഷ്, സെക്രട്ടറി MS സജയ്കുമാർ, ട്രഷറർ സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി TT ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പൈങ്കുളം ശ്രീ ഉന്നത്തൂർ കാവിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും 7, 8, 9 തീയതികളിൽ കാർമ്മികൻ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7-ാം തീയതി കുട്ടികളുടെ ഡാൻസും മറ്റു പരിപാടികളും, 8-ാം തീയതി നാടൻ പാട്ടും പൂജാതി കർമ്മങ്ങളും, 9-ാം തീയതിയായി ഇന്ന് അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങളും അതോടുകൂടെ പൊങ്കാല സമർപ്പണവും നടന്നു. മാറ്റലി. KPCC നേതൃമാറ്റം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. നേതൃമാറ്റം കോൺഗ്രസിന് ഗുണകരമോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഈ ഘട്ടത്തിൽ. മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തായിരുന്നിട്ട് പോലും 3-4 ചേരികളായി തിരിഞ്ഞ് പരസ്പരം മത്സരിക്കുന്ന കാഴ്ച പകൽ വെളിച്ചം പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ തമ്മിലടിയുടെ പുതിയൊരു രൂപമാണ് പുതുതായി AICC നിർദ്ദേശിച്ച പുതിയ KPCC നേതൃത്വം. പല സംസ്ഥാനങ്ങളിലും വൃദ്ധ നേതൃത്വങ്ങളെ പാട്ടിൽ പിടിച്ചുകൊണ്ടാണ് BJP മുന്നേറിയത്. അത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ കേരള ജനതക്കുള്ളത്. 3-4 ജാതി സമുദായങ്ങളുടെ പേര് വെച്ച് അത്തരം ആളുകളെ നിയോഗിച്ച് നിലപാടില്ലാതെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ നിശ്ചയിക്കുന്ന ഈ കോൺഗ്രസ് രീതി പഴഞ്ചൻ രീതിയാണെന്ന് ഈ സമൂഹം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ KPCCക്ക് പുതുതായുണ്ടായ നേതൃത്വം വല്ല പ്രതീക്ഷയും ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് കരുതാൻ യാതൊരുവിധ ന്യായവുമില്ല. പ്രിയങ്കരനായ പുതിയ KPCCയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അദ്ദേഹം സൗമ്യനായ ഒരു സംഘാടകനാണ്. ദീർഘകാലമായി പേരാവൂരിൻ്റെ ജനപ്രതിനിധിയാണ്. KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ സംഘാടകന മികവ് തെളിയിച്ച ഒരു നേതാവ് കൂടിയാണ്. അതുപോലെ തന്നെ കൺവീനറായിട്ടുള്ള ബഹുമാന്യനായ അടൂർ പ്രകാശ് MP, അദ്ദേഹം മികച്ച സംഘാടകനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ഇടത് കോട്ടയായിട്ടുള്ള ആറ്റിങ്ങലിൽ അദ്ദേഹത്തിൻ്റെ 2 തവണയുടെ മിന്നും വിജയം. അതുപോലെ തന്നെ റവന്യൂ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിന് നൽകിയ വലിയ സംഭാവനകൾ സുസ്ഥിരമാണ്. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ള ബഹുമാന്യനായ AP അനിൽകുമാർ, അദ്ദേഹവും മന്ത്രി എന്നുള്ള നിലയിലും മറ്റ് സംഘടനാ രംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു മികച്ച സംഘാടകനാണ്. അതുപോലെ തന്നെയാണ് PC, ഇടത് ആഭിമുഖ്യമുള്ള കുണ്ടറയിൽ മിന്നും വിജയം കാഴ്ചവെച്ചിട്ടുള്ള സംഘാടകൻ എന്ന് മാത്രമല്ല, നിയമസഭയിലെ സവ്യസാചിയാണ് പ്രിയപ്പെട്ട PC.
അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഷാഫി പറമ്പിൽ MP, അദ്ദേഹം ശത്രുവിൻ്റെ മാളത്തിൽ പോയി ശത്രുനിഗ്രഹം നടത്തിയ ഒരു മികച്ച സംഘാടകൻ എന്ന് മാത്രമല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ യുവതയുടെ ഒരു ആവേശമാണ് ഷാഫി. നിലവിലുള്ള മുൻ KPC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ എല്ലാം കൊണ്ടും പ്രാപ്തനായ ഒരാളായിരുന്നു. യാതൊരു തർക്കമൊന്നുമില്ല കാര്യത്തിൽ. സുധാകരൻ്റെ രാജിയോടെ ശ്രീ സണ്ണി ജോസഫ് MLA അദ്ദേഹം ഇതിനെല്ലാം കൊണ്ടും പ്രാപ്തനാണ്. പക്ഷേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കുകയും ശ്രീ സണ്ണി ജോസഫ് ആ സ്ഥാനത്തേക്ക് വരികയും അതുപോലെ തന്നെ UDFൻ്റെ കൺവീനറായി ശ്രീ അടൂർ പ്രകാശ് വരികയും വർക്കിംഗ് പ്രസിഡൻ്റായി ശ്രീ ഷാഫി, അതുപോലെ തന്നെ മറ്റേ PC വിഷ്ണുനാഥ്, ഇവരെല്ലാവരും ഈ പാർട്ടിക്ക് ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിലുപരി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായി പാർട്ടി ഒരു 100 സീറ്റിൻ്റെ അധികാരത്തിൽ വരുന്ന യാതൊരു തർക്കവുമില്ല. പക്ഷേ സുധാകരൻ എല്ലാം കൊണ്ട് യോഗ്യനാണ്, അത് യാതൊരു തർക്കവുമില്ല. മനസ്സിലായത്? ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. സുധാകരൻ്റെ പിന്തുണ പാലിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണൂർക്കാരനാണ്. ആ കണ്ണൂർക്കാരൻ്റെ ഒരു കഴിവ് എന്തായാലും ഈ സണ്ണി ജോസഫ് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നലത്തെ KPCC നേതൃത്വമാറ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ KPCC നേതൃമാറ്റം ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്തിനും നല്ല യോഗ്യൻ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ആൾക്കാർ തന്നെ നിർവാഹക സമിതിയിലുള്ള അംഗങ്ങളെല്ലാം അയാൾക്ക് പറ്റിയിട്ടുള്ള ആൾക്ക് കൂടെ എന്തിനും കാര്യങ്ങൾ നോക്കാനുള്ള പറ്റിയ ആൾക്കാർ തന്നെയാണ്. KPCC നേതൃത്വത്തിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനം അയാൾക്ക് സണ്ണി ജോസഫിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അത് സുഖമായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഘടകകക്ഷികളെയും കൂട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നല്ല യോഗ്യം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് ഭരണമാണ് രാജ്യത്തിന്റെ വികസനം പുറകോട്ടടിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസിന് സംഭവിച്ചത് തിരിച്ചുവരാനാകാത്ത പതനം. LDF ഭരണം കേരളത്തെ കടം കൊണ്ട് മൂടി. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ ഒറ്റപ്പാലത്ത്. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ പുതിയൊരു ഭരണ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ LDF സർക്കാരിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം മലമ്പുഴയിൽ. 151 പരാതികൾക്ക് യോഗത്തിൽ പരിഹാരമായി. നെല്ല് സംഭരണത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം അനുവദിക്കില്ലെന്ന് സപ്ലൈകോ ചെയർമാൻ PB നോഹ്. സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യും. സംഭരിച്ച നെല്ല് അരിയാക്കി ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും മങ്കരയിലെ കർഷക സംവാദത്തിൽ PB നോഹ്. തുടർച്ചയായി 4ാം ദിവസവും വാളയാറിൽ മയക്കുമരുന്ന് വേട്ട. മെത്താഫെറ്റാമിനുമായി കണ്ണൂർ സ്വദേശിയായ യുവാവ് പിടിയിൽ. പട്ടാമ്പിയിൽ MDMAയുമായി യുവാക്കൾ പിടിയിലായ കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട്ട് മയക്കുമരുന്നുമായി അറസ്റ്റിൽ. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ്. പുതുക്കാട് സ്റ്റാൻഡിന് മുന്നിൽ KSRTC ബസ്സിൽ ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. മണ്ണൂർ കൈമകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ സമരം ശക്തമാക്കി ഭക്തജന കൂട്ടായ്മ. ട്രസ്റ്റി ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. അഴിമതിക്കാരായ ഭരണക്കാരിൽ നിന്ന് ക്ഷേത്രത്തെ മോചിപ്പിക്കും വരെ പ്രക്ഷോഭമെന്ന് ഭക്തജന കൂട്ടായ്മ. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്തിയില്ല. നിർമ്മാണ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.